നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോയത് DFSഉം BFS ആണ്. ഡെപ്ത് ഫസ്റ്റ് സെർച്ചും ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും. അപ്പോൾ DFS അൽഗോരിതം വെച്ചാൽ ആദ്യം ഡെപ്ത് കവർ ചെയ്യും. അപ്പോൾ ഈ ഗ്രാഫ് എടുക്കുക, ABCDEF. ഈ ഗ്രാഫ് എടുത്താൽ DFS ആണെങ്കിൽ ABD, ഈ ബീൻ്റെ തന്നെ സൈഡാണ് ഇയും. അപ്പോൾ ABDE തിരിച്ചു വരും, CF അങ്ങനെ ഒരു ഔട്ട്പുട്ട് നമുക്ക് തരും. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണെങ്കിൽ ABCDEF, അതായത് ഓരോ ലെവലും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത ലെവലിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ഗ്രാഫിനെ നമ്മൾ പൈത്തൻ്റെ കോഡായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പം ഞാൻ ഒരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്, ഗ്രാഫ് ഈക്വൽ ടു ഒരു ഡിക്ഷണറി ഉണ്ടാക്കി കർലി ബ്രാക്കറ്റ് വെച്ചിട്ട് സിംഗിൾ കോട്ട്സ്, അതിൽ ഞാൻ ആദ്യത്തെ നോഡിന് ഇട്ടു A. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ രണ്ട് ചിൽഡ്രനെ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ചിൽഡ്രൻ B, C. ഓക്കെ, അടുത്തത് ബീൻ്റെ ചിൽഡ്രൻ B. D, E. ഡിയും ഇ ആണ് അതിൻ്റെ ചിൽഡ്രൻ. ഇനി C അതിൻ്റെ ചൈൽഡ് വലുത് F മാത്രമാണ്. ഇനി നമുക്ക് ഈ ലാസ്റ്റ് നോഡുകളെയും അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. D അതിന് ചിൽഡ്രൻ ഒന്നുമില്ല, അപ്പോൾ നമ്മൾ വെറും empty ആയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. E, F. ഇപ്പോൾ നമ്മൾ ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഒരു സെറ്റ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോയത് DFS ആണ്. അപ്പോൾ ഏതൊക്കെ നോഡ് വിസിറ്റ് ചെയ്തു എന്ന് ഉള്ളത് കാണിക്കാനായിട്ടൊരു സെറ്റ് ഉണ്ടാക്കണം. അപ്പോൾ വിസിറ്റഡ് ഈക്വൽ ടു സെറ്റ് ഉണ്ടാക്കി നമുക്കിനി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. DFS ഇത് നമ്മൾ പാസ് ചെയ്തത് ഒന്ന് ഈ ഗ്രാഫിന് ഫുള്ളായിട്ട് പാസ് ചെയ്യണം. നമ്മൾ ഗ്രാഫ് കൊടുത്തു, പിന്നെ നമുക്ക് വേണ്ടത് ഏത് നോഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്, A എന്ന് പറഞ്ഞ നോഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ആ നോഡ് അത് രണ്ടും പാസ് ചെയ്യണം. പിന്നെ വിസിറ്റഡ്, ഏതൊക്കെ നോഡ് വിസിറ്റ് ചെയ്തു സ്റ്റോർ ചെയ്യുന്ന ആ സെറ്റിനെ നമ്മൾ പാസ് ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന നോഡ് ഈ വിസിറ്റഡ് ചെയ്യണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇഫ് നോഡ് നോട്ട് ഇൻ വിസിറ്റഡ് ചെയ്യെങ്കിൽ അതിനെ വിസിറ്റഡിലേക്ക് ആഡ് ചെയ്യണം, പിന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. പ്രിന്റ് നോഡ്, പിന്നെ അടുത്ത എലമെന്റ് പ്രിന്റ് ചെയ്യണേക്കാൾ മുമ്പ് ഒരു സ്പേസ് ഇടാനായിട്ട് end ഈക്വൽ ടു ഒരു സ്പേസ് കൊടുക്കുക. ഇനി വിസിറ്റഡിലേക്ക് ആഡ് ചെയ്യുക, വിസിറ്റഡ് ഡോട്ട് ആഡ് നോഡ്. ഓക്കെ, ഈ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ എന്റെ ചിൽഡ്രനെ ലൂപ്പ് ചെയ്ത് തുടങ്ങും ബീൻ്റെ ചിൽഡ്രനെ ലൂപ്പ് ചെയ്ത് തുടങ്ങും D. അതിന് ചിൽഡ്രൻ ഒന്നും ഇല്ല, അപ്പോൾ ബീൻ്റെ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യും E. അപ്പോൾ ഈ B ഫുൾ കംപ്ലീറ്റ് ആയപ്പോൾ തിരിച്ച് എൻ്റെ ലൂപ്പിലേക്ക് വന്നു സിൻ്റെ ചിൽഡ്രൻ ലൂപ്പ് ചെയ്യാനാണെങ്കിൽ എഫിന് ചിൽഡ്രൻ ഒന്നും ഇല്ല, അവിടെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ എലമെന്റിനെ പ്രിന്റ് ചെയ്യുക, അതിൻ്റെ ചിൽഡ്രൻ ലൂപ്പ് ചെയ്യുക. അതാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ലൂപ്പ് ചെയ്യുക, ചിൽഡ്രനെ നോഡിക്ക് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർ ചൈൽഡ് ഇൻ ഗ്രാഫ് നോഡ്, ഈ ഗ്രാഫ് നോഡ് എന്ന് ഉപയോഗിക്കരുത് ഇതിൻ്റെ ചിൽഡ്രനെ കിട്ടാൻ. ഇപ്പോൾ നോഡ് A ആണെങ്കിൽ ഗ്രാഫ് A എന്ന് വിളിച്ചാൽ ബീനിയും സീനിയും കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഈ ഫംഗ്ഷൻ തന്നെ വിളിച്ചാൽ മതി. DFS ഗ്രാഫ് ചൈൽഡിനെ പാസ് ചെയ്യുക, വിസിറ്റഡ് പാസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഈ ഫംഗ്ഷനെ വിളിച്ചതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാം. അപ്പോൾ DFS നമ്മൾ പാസ് ചെയ്യാൻ പോണ ഗ്രാഫ് ഈ ഗ്രാഫ് എന്ന് പേരുള്ള ഗ്രാഫ് തന്നെയാണ്. അപ്പോൾ ഗ്രാഫ് കൊടുക്കുക,
നോഡ് എ എന്ന് പറഞ്ഞ നോഡിനെയാണ് നമ്മൾ ആദ്യം പാസ് ചെയ്യണത്. പിന്നെ വിസിറ്റഡ് എന്ന് പറഞ്ഞുണ്ടാക്കിയ സെറ്റിനെയും പാസ് ചെയ്യാം. റൺ ചെയ്തു. ABDECF അപ്പോൾ നമുക്ക് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രെത്ത് ഫസ്റ്റ് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിനുള്ള ഫംഗ്ഷൻ ഉണ്ടാക്കുക. BFS ഇതിൽ ഗ്രാഫ് നോഡ് വിസിറ്റഡ് നമ്മൾ പാസ് ചെയ്യുക, വിസിറ്റഡ് നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുക. പിന്നെ ഇത് ചെയ്യാൻ നമ്മൾ ക്യൂ എന്ന് പറഞ്ഞൊരു ഡാറ്റ സ്ട്രക്ചറാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ക്യൂ ഉണ്ടാക്കും. ക്യൂരിക്ക് എനെ പാസ് ചെയ്യും. ഇനി എ അതിൻ്റെ ചിൽഡ്രനെ ക്യൂരിക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു വൈൽ ക്യൂ ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ക്യൂ empty ആവുന്നവരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും ഈ ഓപ്പറേഷൻ. അപ്പോൾ എ എടുക്കുക, അതിനെ പോപ്പ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക, ബീനെയും സീനെയും ക്യൂരിക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്തത് പോപ്പ് ചെയ്യുന്ന എലമെൻറ്റ് ബി ആയിരിക്കും. ക്യൂര് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. അപ്പോൾ ബീനെ പോപ്പ് ചെയ്തു, അതിൻ്റെ രണ്ട് ചിൽഡ്രൻ ഡീനെയും ക്യൂരിക്ക് ആഡ് ചെയ്തു. അടുത്ത എലമെൻറ്റ് കിടക്കുന്നത് സി ആണ്. സീനെ പോപ്പ് ചെയ്തു, എഫിനെ ക്യൂരിക്ക് ആഡ് ചെയ്തു. അടുത്ത കിടക്കുന്ന എലമെൻറ്റ് ഡി ആയിരിക്കും. ഡീനെ പോപ്പ് ചെയ്തു, അതിന് ചിൽഡ്രൻ ചെയ്യാത്തതുകൊണ്ട് അത് ഒന്നും ക്യൂരിക്ക് ആഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഒരു സാമ്പിൾ കാണിക്കാം. എനെ ക്യൂരിക്ക് ആഡ് ചെയ്തു, ഞാൻ അതിൻ്റെ ബീനെയും സീനെയും ആഡ് ചെയ്തു. ബി NQ C. ഇനി എനെ പോപ്പ് ചെയ്യും, എനെ പോപ്പ് ചെയ്ത് അതിൻ്റെ ചിൽഡ്രനെ നമ്മൾ ക്യൂരിക്ക് ആഡ് ചെയ്തു. അടുത്തത് ഏതാ? ബീനെ പോപ്പ് ചെയ്യുമ്പോൾ ഡീനെയും അതിലേക്ക് ആഡ് ചെയ്യും. പിന്നെ വരുന്നത് സി ആയിരിക്കും. സീനെ പോപ്പ് ചെയ്യുമ്പോൾ എഫിനെ ക്യൂരിക്ക് ആഡ് ചെയ്യും. സീന് ശേഷം ഡിയും ഇയും എഫ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതേ ഓർഡറിൽ കിട്ടി. അപ്പോൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമുക്ക് ക്യൂ ഡാറ്റ സ്ട്രക്ചർ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് ഫ്രം കളക്ഷൻസ് ഇമ്പോർട്ട് DQ വിളിക്കുക. ഓക്കെ, ഇനി നമ്മൾ ക്യൂവിനെ ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ ക്യൂ ഈക്വൽ ടു DQ. അതിൽ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിനെ നോഡിനെ ആഡ് ചെയ്യണം. ഇതിൻ്റെ പേര് മാറ്റാണ് സ്റ്റാർട്ട് എന്നാക്കാണ്. സ്റ്റാർട്ട്. ഇനി നമ്മൾ വിസിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റ് ഉണ്ടാക്കണം. സെറ്റ് അതിരിക്കും ഇതിനെ ആഡ് ചെയ്യണം. നമ്മളുടെ സ്റ്റാർട്ടിങ് നോഡിനെ ആഡ് ചെയ്യണം. സ്റ്റാർട്ട്. ഇനി നമ്മൾ ക്യൂവിൽ നിന്ന് വൈൽ ലൂപ്പ് വെച്ച് പോപ്പ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക, അതിൻ്റെ ചിൽഡ്രനെ ക്യൂരിക്ക് ആഡ് ചെയ്യുക. അപ്പോൾ വൈൽ ക്യൂ നോഡ് ഈക്വൽ ടു ക്യൂ ഡോട്ട് പോപ്പ് ലെഫ്റ്റ് പ്രിന്റ് നോഡ് ആൻഡ് ഈക്വൽ ടു സ്പേസ്. നേരത്തെ പോലെ തന്നെ എലമെൻറ്റ്സ് തമ്മിൽ ഇങ്ങനെ സ്പേസ് ഇട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് അത് ചെയ്യണത്. അപ്പോൾ എനെ പോപ്പ് ചെയ്തു, അതിൻ്റെ ചിൽഡ്രനെ നമ്മൾ ക്യൂരിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഫോർ ചൈൽഡ് ഇൻ ഗ്രാഫ് നോഡ്. അപ്പം അതിൻ്റെ രണ്ട് ചൈൽഡിനെയും കിട്ടും, BC. അതിനെ നമ്മൾ ക്യൂരിക്ക് ആഡ് ചെയ്യുക. ക്യൂ ഡോട്ട് അപ്പൻഡ് ചൈൽഡ്. അതുപോലെ തന്നെ വിസിറ്റഡിക്കും ആഡ് ചെയ്യുക. വിസിറ്റഡ് ഡോട്ട് ആഡ് ചൈൽഡ്. ഇനി നമുക്ക് ഈ ഫംഗ്ഷനെ വിളിക്കാം. BFS. നേരത്തെ ഉപയോഗിച്ച ഈ ഗ്രാഫ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗ്രാഫ് കൊടുത്തു, പിന്നെ സ്റ്റാർട്ട് നോഡ് എ നോഡ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ എ കൊടുത്തു, ABCDEF. അപ്പോൾ ABCDEF. അപ്പോൾ നമുക്ക് കൃത്യം ബ്രെത്ത് ഫസ്റ്റ് സെർച്ച് കിട്ടി.